ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം വിനിമയ മലയാളവും വാണിജ്യ രചനയും എന്ന് പറയുന്ന പുസ്തകത്തിലെ കരൂർ നീലകണ്ഠപിള്ളയുടെ പ്രശസ്തമായിട്ടുള്ള മരപ്പാവകൾ എന്ന ചെറുകഥയ്ക്ക് കൽപ്പറ്റ നാരായണൻ എഴുതിയ ഒരു നിരൂപണമുണ്ട് നമുക്ക് പഠിക്കാൻ. മെരുങ്ങാത്ത മരപ്പാവകൾ എന്നുള്ളത് സർഗാത്മകപരമായിട്ടുള്ള നിരൂപണത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് കാരൂരിന്റെ മരപ്പാവകൾ എന്ന് പറയുന്ന കഥ താൻ വായിച്ച വിധം പങ്കിടുകയാണ് ഈ ലേഖനത്തിൽ. നിരൂപണത്തിന്റെ സൂക്ഷ്മഘടനകൾ ഈ ലേഖനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ആസ്വദിച്ചു വായിച്ച ചെറുകഥയുടെ പ്രമേയത്തെ ശാസ്ത്രീയപരമായിട്ട് വിശകലനം ചെയ്യാൻ കൽപ്പറ്റ നാരായണൻ ഈ ലേഖനത്തിലൂടെ വിജയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. കരൂരിന്റെ മരപ്പാവകൾ എന്ന കഥ പറച്ചിലിന്റെ പുതിയ വഴി തെളിയിച്ചെടുത്തിരിക്കുന്നു എന്നാണ് ലേഖകൻ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, ഒരു എന്യൂമിനേറ്റർ, ഒരു കണക്കെടുപ്പുകാരനും അല്ലെങ്കിൽ ആത്മബലമുള്ള കഥാകാരിയും ഒരു കഥ പറച്ചിലിന്റെ പൊതു സ്വഭാവമുള്ള 2 വ്യക്തികളാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. നമുക്കറിയാം, കണക്കെടുപ്പുകാരൻ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു പ്രതീകമാണ്. ഇവിടെ വന്ന് ചോദിക്കുന്നത് ഇവിടെ ആരുമില്ലേ എന്നാണ് അയാൾ ആദ്യം ചോദിക്കുന്നത്. മാത്രമല്ല, കഥയ്ക്ക് അയാൾക്ക് കഥയിൽ എന്തില്ല, അയാൾ എന്നേ പറയുന്നുള്ളൂ, പേരില്ല. ചോദ്യം ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരം പറയുന്ന ഒരാളാണ് അയാളുടെ സങ്കല്പത്തിലുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ഗൃഹനാഥയല്ല കണക്കെടുപ്പുകാരന്റെ ചോദ്യം കേട്ട് ഇറങ്ങി വരുന്നത്. കണക്കെടുപ്പുകാരൻ നിരന്തരം ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം മാത്രം പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആ പെൺകുട്ടി, നായിക, അവൾ ഒരിക്കലും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ഒരാളല്ല എന്നാണ് പൊളിച്ചെഴുതാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇവിടെ ലേഖകൻ കഥയിലെ നായികയുടെ പേരിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ഭാഷയുടെ അപര്യാപ്തതയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി ചിന്തിച്ച ഒരുവളുടെ പേരാണല്ലോ അത് എന്ന് ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം കുമാരനാശാന്റെ നളിനി എന്ന കാവ്യത്തിലാണ് ഇത് ഭാഷയത് അപൂർണമെന്ന ഹോ വന്നു പോകും പിഴയും അർത്ഥസംഖ്യയാൽ എന്ന പരാമർശമുള്ളത്. ആശയവിനിമയത്തിനുള്ള ഭാഷ മനസ്സിലുള്ളത് മുഴുവൻ ആവിഷ്കരിക്കാൻ അപര്യാപ്തമാകുന്നു എന്നതാണ് അതിന്റെ ധ്വനി. ചെറുകഥയെ മലയാളത്തിലെ ഉന്നതമായ ഒരു ഖണ്ഡ കാവ്യത്തിലെ രംഗവുമായിട്ട് താരതമ്യപ്പെടുത്തിയാണ് ലേഖകന്റെ സർഗാത്മകപരമായിട്ട് സമീപിക്കുന്നത്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയും, കണക്കെടുപ്പുകാരനും യുവതിയും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ ഒന്നൊന്നായി കടന്നു വരുന്നുണ്ട്. വരികൾക്കിടയിലെ അർത്ഥസാധ്യതകൾ അദ്ദേഹം ഇഴപിരിക്കുന്നുണ്ട്. അവളുടെ എടുത്തടിച്ചതുപോലെയുള്ള മറുപടികളെ കച്ചേരി മട്ട് എന്നാണ് കൽപ്പറ്റ നാരായണൻ വിശേഷിപ്പിക്കുന്നത്. രാജഭരണകാലത്ത് നമ്മുടെ കോടതികൾ കച്ചേരി എന്ന് പറഞ്ഞിരുന്നു. കോടതികൾ നടക്കുന്ന വാദപ്രതിവാദം പോലെയാണ് കണക്കെടുപ്പുകാരനും യുവതിയും തമ്മിലുള്ള സംഭാഷണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നീട് ദുരിതം നിറഞ്ഞ ഭൂതകാലത്തെ ഫലിതം കൊണ്ട് നേരിടുന്നതാണ് യുവതി. വീട്ടുവരാന്തയിലെ ബെഞ്ചിൽ കയറിയിരിക്കാൻ ക്ഷണിക്കുമ്പോൾ അവളിൽ ചുമതലാബോധത്തിന്റെ അഭാവമല്ല, അവകാശബോധത്തിന്റെ സ്വഭാവം കൽപ്പറ്റ നാരായണൻ വായിച്ചെടുക്കുന്നുണ്ട്. ഒരു സ്ത്രീയിൽ പുരുഷന്റെ അധികാരം പ്രയോഗിക്കപ്പെടുന്നതാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാൽ ഇവിടെ അങ്ങനെയല്ല എന്നും സ്ത്രീ സ്വതന്ത്ര അധികാരിയായ സ്വത്തും ഉറപ്പിക്കുകയാണെന്നും സൂചിപ്പിക്കുന്നുണ്ടെന്ന് കൽപ്പറ്റ നാരായണൻ പറയുന്നുണ്ട്. വയസ്സ് എത്രയായി എന്ന ചോദ്യത്തിന് തിരിച്ചുള്ള ചോദ്യം കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ള മറുപടിയാണ്. ഭർത്താവ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ടെന്നോ ഇല്ലെന്നോ എഴുതിക്കോളൂ എന്ന് അവൾ പറയുന്നു. വ്യക്തമായ ഉത്തരം സർക്കാരിന് വേണമെന്ന് പറയുമ്പോൾ അവൾ പറയുന്ന മറുപടി എന്നാൽ തെളിയാതെ ഉണ്ടെന്ന് എഴുതിക്കോളൂ എന്നാണ്. ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിലെ പൊരുത്തക്കേട് പറയാതെ പറയുന്നത് കഥ പറച്ചിലിന്റെ മികച്ച മികവായിട്ട് ലേഖകൻ കണക്കാക്കുന്നുണ്ട്. ഭർത്താവുമായി പിണങ്ങി സ്വന്തം വീട്ടിൽ താമസിക്കുന്ന അവളുടെ എണ്ണമയമില്ലാത്ത മുടി ഒരേ സമയം അയാളുള്ള ഇഷ്ടത്തിന്റെയും അനിഷ്ടത്തിന്റെയും സൂചനയായിട്ട് ലേഖകൻ വായിച്ചെടുക്കുന്നുണ്ട്. പനിനീർ ചെടിയെ മുൾച്ചെടിയായും പൂച്ചെടിയായും കാണാമല്ലോ. അങ്ങനെ ലോകം പനിനീർ ചെടിയെ മുൾച്ചെടിയായി കണക്കാക്കുമ്പോൾ അവൾ അത്തരം ലോകത്തെ തള്ളിക്കളയുന്നുണ്ട്, അല്ലെ? അതേപോലെ സർക്കാരിന്റെ കണക്കെടുപ്പുകളിലെ കള്ളക്കളികളെ അവൾ പൊളിച്ചെഴുത്തുന്നുണ്ട് എന്നുള്ളതാണ്. കഥയെ സാമൂഹിക വായനയ്ക്ക് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളത്. തൊഴിലിനെ കുറിച്ച് സർക്കാർ മാനദണ്ഡത്തെയും അവൾ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒരു വീട്ടമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലികളൊന്നും സർക്കാർ അംഗീകൃതമല്ല, അല്ലെങ്കിൽ അംഗീകൃത തൊഴിലല്ല. ഉൾക്കൊള്ളലിനേക്കാൾ പുറന്തള്ളലിനാണ് സർക്കാർ പട്ടികയ്ക്ക് താല്പര്യമെന്ന് ഇവിടെ ലേഖകൻ പറയുന്നുണ്ട്.
ഒടുവിൽ അവൾ നിർമ്മിച്ച പാവകളെ കാണുന്ന കണക്കെടുപ്പുകാരിലുണ്ടാകുന്ന മാനസിക വ്യതിയാനം കലയുടെയും കലാസ്വാദനത്തിൻ്റെയും സൗന്ദര്യത്തെ ബന്ധിപ്പിക്കുന്നുണ്ട്. അവൾ പാവകൾ നിർമ്മിക്കുന്നത് പാർവതിയെപ്പോലെ ഓരോ ഭാവം കാണിച്ചുകൊണ്ടാണെന്നും പലാഴി കടഞ്ഞ ലക്ഷ്മിയെപ്പോലെ സുന്ദരമായിരിക്കുന്നുവെന്നുമുള്ള സംഭാഷണങ്ങളെ കോർത്തിണക്കുന്നുണ്ട് ഈ കഥയിൽ. ഇവിടെ വീണ്ടും ആശാന്റെ നളിനിയെ കാരൂരിന്റെ നളിനിയുമായി താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. സംഭാഷണങ്ങൾക്കിടയിൽ തൻ്റെ തലകിലെഴുത്ത് എന്ന് അവൾ സൂചിപ്പിക്കുന്നുണ്ട്. യുവതിയിൽ കാണുന്ന അല്ലെങ്കിൽ ലോകത്തോട്ടുള്ള പ്രതികരണമായി പുറത്തു വരുന്ന കണ്ടെത്തലുകൾ നിരൂപണത്തിൽ മനഃശാസ്ത്ര ഘടകവും ചേർത്ത് വയ്ക്കുന്നൊരു ഉദാഹരണമാണ് എന്ന് നമുക്ക് വായിക്കാം. ജീവിതത്തിൽ ആദ്യമായി നാട്ടുകാരനല്ലാത്ത ഒരാൾ അവളുടെ വ്യക്തിത്വത്തെ മുഴുവൻ അല്ലെങ്കിൽ സവിശേഷതയും തിരിച്ചറിയുന്നുണ്ട്. അയാൾ അവരുടെ തൊഴിൽ ശില്പവൃത്തി എന്നാണ് എഴുതുന്നത്. ആദ്യമായി അംഗീകരിക്കപ്പെട്ട അവൾ അകത്തുപോയി പാർവതി തപസ് ചെയ്ത ഒരു പ്രതിമ സമ്മാനമായി നൽകുകയും അപ്പോൾ അയാളുടെ മനസ്സിൽ നിന്ന് പുറപ്പെട്ട വീണക്കമ്പി നാദത്തെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കലാസുഭകമായ ഹൃദയമേളനമായിട്ടും ലേഖകൻ വിലയിരുത്തുന്നുണ്ട്. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു അടിയൊഴുക്കൽ അവിടെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കി എന്ന് പറയാം. ഒരു കഥാപാത്രത്തിൻ്റെ സവിശേഷതകളെ വെളിപ്പെടുത്തുന്ന കഥയാണ് മരപ്പാവകൾ എന്ന് നമുക്ക് പറയാം. ഈ ബാഹ്യമായിട്ടുള്ള സിദ്ധാന്തങ്ങളൊന്നും ഉപയോഗിക്കാതെ വിമർശനത്തിൻ്റെ യുക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു കൽപ്പറ്റ നാരായണൻ ഈ വളരെ വിദഗ്ധമായിട്ട് ഈ കഥയെ പൊളിച്ചെഴുതി എന്നൊക്കെ നാം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപരജീവിതത്തിൽ നിന്ന് താൻ എടുത്തതാണോ കൊടുത്തതാണോ എന്നറിയാത്ത ഒരവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ ഇതിനെ സമീകരിക്കുന്നതിലൂടെ കാരൂരിൻ്റെ മരപ്പാവകളും അതിലെ കഥാപാത്രങ്ങളും ലോക നിലവാരം പുരത്തുന്ന തരത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുകൂടി കൽപ്പറ്റ നാരായണൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.